എല്ലാവർക്കും നമസ്കാരം. പ്രയാഗ്രാജിൽ ഇപ്പോൾ മഹാകുംഭമേള നടക്കുകയാണ്. സാധാരണ കുംഭമേള പോലെയല്ല, 144 വർഷങ്ങളിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നതാണ് മഹാകുംഭമേള. അപ്പോൾ ഈ കുംഭമേളയിൽ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുമുണ്ടായി. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച, ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഞാനും പ്രയാഗ്രാജിലുണ്ടായിരുന്നു. അങ്ങനെ ഈ മഹാകുംഭിൽ പങ്കെടുത്തു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസസ് എന്ന് പല ആൾക്കാരും ചോദിച്ചു. അവിടേക്ക് ഇനിയും പോകാൻ ആഗ്രഹിക്കുന്ന പല ആൾക്കാരും പല സംശയങ്ങൾ എന്നോട് ചോദിച്ചു. അപ്പോൾ അത്തരത്തിലുള്ള പല കാര്യങ്ങൾക്കും ഒരു മറുപടി എന്ന നിലയ്ക്കാണ്, എൻ്റെ ഒരു പ്രതികരണം എന്ന നിലയ്ക്കാണ് ഈ ഒരു വീഡിയോ ചെയ്യാം എന്ന് തോന്നിയത്. ഈ വീഡിയോയിൽ ആൾക്കാർ സാധാരണ അറിയാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒന്ന് ഇവിടത്തേക്കുള്ള യാത്രയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എങ്ങനെയായിരുന്നു എൻ്റെ യാത്ര, എന്തൊക്കെയാണ് മാർഗ്ഗങ്ങൾ. 2, ആ യാത്രയ്ക്ക് വേണ്ടുന്ന മുന്നൊരുക്കങ്ങളെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. ഒപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള താമസവും മറ്റു കാര്യങ്ങളും എങ്ങനെയാണ്, അവിടെയുള്ള ലോക്കൽ ട്രാഫിക് എങ്ങനെയാണ്, ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ്, കൂടാതെ ഈ കുംഭമേളയ്ക്ക് വേണ്ടി നമ്മളവിടെ എത്തിക്കഴിയുമ്പോൾ അവിടെയുള്ള നമ്മുടെ താമസം, ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, അവിടെ എന്തൊക്കെ പരിപാടികളുണ്ട്. പിന്നെ ആൾക്കാർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംശയം, അവിടെ ഹൈജീനിക് ആണോ, അവിടെ വൃത്തിയുണ്ടോ, അതോ അവിടെ ഗംഗ മലിനമായി കിടക്കുകയാണോ, അവിടെ മുങ്ങാനായിട്ട് സാധിക്കുമോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ ആൾക്കാർക്കുണ്ട്. അതിനുള്ള എൻ്റെ പ്രതികരണം എൻ്റെ അനുഭവത്തിൽ നിന്ന്, ഒപ്പം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവം. പിന്നെ ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട് പല ആക്ഷേപ കമൻറ്റുകളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. എനിക്ക് അത്തരത്തിലുള്ള ചില കമൻറ്റുകൾ കിട്ടുകയും അതിൽ ചിലതിനൊക്കെ മറുപടി പറയുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളിന് എന്തൊക്കെ വിവരങ്ങളാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയുക എന്ന അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത്. കാണുക. ഇതിൽ ഒന്നാമത്തെ കാര്യം യാത്രയാണ്. എങ്ങനെയാണ് ഞാൻ യാത്ര ചെയ്തത് എന്ന് ചോദിച്ചാൽ, ഞാൻ 2 ലെഗുകളിലായിട്ടുള്ള ഫ്ലൈറ്റ് യാത്രയാണ് എടുത്തത്. കൊച്ചിയിൽ നിന്നാണ് ബുക്ക് ചെയ്തത്. കൊച്ചിയിൽ നിന്ന് മുംബൈയിലേക്കും മുംബൈയിൽ നിന്ന് പ്രയാഗ്രാജിലേക്കുമായിരുന്നു യാത്ര. അതിനുശേഷം തിരികെയും അതേ ലെഗുകൾ തന്നെയാണ് ചൂസ് ചെയ്തത്. പ്രയാഗ്രാജിൽ നിന്ന് മുംബൈയിലേക്ക്, പിന്നെ മുംബൈയിൽ നിന്ന് കൊച്ചിയിലേക്ക്. ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. അതുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് യാത്ര ചെയ്തതിന് ശേഷം അവിടെ എയർപോർട്ടിൽ വാഹനം പാർക്ക് ചെയ്തിട്ട് പിന്നീട് തിരികെ കൊച്ചിയിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു. വിവിധ ട്രാൻസ്പോർട്ടേഷൻ മോഡുകൾ അവൈലബിൾ ആണ്. അതിൽ ഫ്ലൈറ്റ് ഉണ്ട്, ട്രെയിൻ ഉണ്ട്, മറ്റു മാർഗ്ഗങ്ങളുണ്ട്. പക്ഷേ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി പോകുമ്പോൾ ഞങ്ങൾ വളരെ നേരത്തെ തന്നെ ഈ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിരുന്നതാണ്. ആ സമയത്ത് തന്നെ എക്സ്പെൻസീവ് ആയിരുന്നു. ഒരാൾക്ക് ഏതാണ്ട് 53,000 രൂപയ്ക്ക് അടുപ്പിച്ചിട്ടുള്ള ഫ്ലൈറ്റ് ചാർജാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആദ്യ സമയത്ത് തന്നെ ബുക്ക് ചെയ്തിരുന്നത് കൊണ്ട് ആ സമയത്ത് ആ റേറ്റിൽ കിട്ടി. പിന്നീട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് റിലാക്സേഷനൊക്കെ തന്നെ വന്നിരുന്നുവെങ്കിൽ പോലും കാര്യമായ രീതിയിലത്തേക്കൊന്നും തന്നെ ഫ്ലൈറ്റ് ചാർജസ് കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ട്രെയിൻ മാർഗ്ഗമുണ്ട്, പിന്നെ ബസ്സൊക്കെ പിടിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. ഇനി ഫ്ലൈറ്റിലാണെങ്കിൽ തന്നെ നിരവധി എയർപോർട്ടുകളുണ്ട്. വാരാണസിയിൽ എയർപോർട്ടുണ്ട്, അതേപോലെ പ്രയാഗ്രാജിലുണ്ട്, അയോധ്യയിലുണ്ട്, ഇങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട്. പക്ഷേ പ്രയാഗ്രാജാണ് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള എയർപോർട്ട്. കാരണം പ്രയാഗ്രാജിൽ നിന്ന് ഈ കുംഭമേള നഗരിയിലേക്ക് ഏതാണ്ട് 15 കിലോമീറ്റർ മാത്രമാണുള്ളത്. ഇനി ഈ യാത്രയുടെ ഒരുക്കവുമായി ബന്ധപ്പെട്ട് ഏതൊരു സ്ഥലത്ത് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തും വളരെ കുറച്ച് ലഗേജ് മാത്രം എടുക്കുന്നതാണ് നല്ലത്. ഇത്തവണയും ഞാനും എൻ്റെ സുഹൃത്തും അങ്ങനെ തന്നെയാണ് ചെയ്തത്. പക്ഷേ എങ്കിൽ പോലും ചിലപ്പോൾ കുറച്ച് വസ്ത്രങ്ങളൊക്കെ തന്നെ അധികമായി കരുതി എന്ന് തന്നെ വേണം പറയാൻ. അവിടെ വലിയ തണുപ്പുണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പോയത് എങ്കിലും അങ്ങനെയുള്ള വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്ന ഒരു ചിത്രത്തിൽ തന്നെ ഞാൻ ധരിച്ചിരുന്നത് ഒരു ജാക്കറ്റും ഒക്കെ ആയിരുന്നു. അതിനുള്ളിൽ തെർമൽ 1-2 ലെയറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം അവിടെ സത്യത്തിൽ ഉണ്ടായിരുന്നില്ല. അന്ന് രാത്രി മുതൽ അടുത്ത ദിവസവും എല്ലാം വളരെ ലളിതമായിട്ടുള്ള വസ്ത്രധാരണം മാത്രമായിരുന്നു. വലിയ കൊടും ശൈത്യമൊന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. കാലാവസ്ഥ മാറി വരികയാണ്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും തണുപ്പിൻ്റെ അവസ്ഥയിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ടായിട്ടുണ്ട്. കുറച്ചുകൂടി നമുക്ക് സഹിക്കാവുന്ന രീതിയിലത്തേക്കുള്ള ടെമ്പറേച്ചറാണ് ഇപ്പോൾ പ്രയാഗ്രാജിലുള്ളത് എന്നതാണ് വസ്തുത. എങ്കിലും നമ്മൾ ലഗേജ് എടുക്കുന്ന സമയത്ത് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ലഗേജ് മാത്രം എടുക്കുക. പ്രത്യേകിച്ച് വസ്ത്രങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം. അതേപോലെ തന്നെ എല്ലാ വെതറിനും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു പെയർ ചെരുപ്പ് മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്തത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ലോക്കൽ ട്രാഫിക്കാണ്. കാരണം പ്രധാനപ്പെട്ട റോഡുകളെല്ലാം തന്നെ വലിയ വീതിയുള്ളതൊക്കെയാണ് എങ്കിൽ പോലും പലപ്പോഴും ഈ നഗരിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ അതിനെ പല സെക്ടറുകളായിട്ട് തിരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഏരിയയിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് പലപ്പോഴും ലോക്കൽ റോഡുകളുണ്ടാകും. വളരെ ഡസ്റ്റി ആയിട്ടുള്ള റോഡുകൾ ഇഷ്ടം പോലെയുണ്ട്. അതേപോലെ തന്നെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് പോലെയുള്ള പല റോഡുകളും അവിടെയുണ്ട്. അവിടെ എല്ലാം തന്നെ പലപ്പോഴും ട്രാഫിക്കിൻ്റെ വലിയ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. നമ്മൾ പലപ്പോഴും വാർത്തകളിലൊക്കെ തന്നെ കണ്ടതാണ് 6 മുതൽ 12 മണിക്കൂർ വരെയൊക്കെ തന്നെ ട്രാഫിക്ക് നീളുന്നു എന്ന്. ഞങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ ഭാഗ്യം, ഞങ്ങളവിടെ ചെന്ന സമയത്ത് ട്രാഫിക്ക് കാര്യമായ രീതിയിൽ റിലാക്സ്ഡ് ആയിരുന്നു.
അതുകൊണ്ട് തന്നെ പോലീസും മറ്റ് അധികാരികളുമൊന്നും ബാരിക്കേഡുകൾ ഉപയോഗിച്ച് റോഡുകളൊന്നും തന്നെ തടഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ 15 കിലോമീറ്റർ കടക്കാനായിട്ട് 1 മണിക്കൂർ 40 മിനിറ്റ് സമയം മാത്രമാണ് വേണ്ടി വന്നത്. അപ്പോൾ ഈ 1 മണിക്കൂർ 40 മിനിറ്റ് 15 കിലോമീറ്റർ താണ്ടുന്നതിന് വേണ്ടി വളരെ കൂടുതലല്ലേ എന്ന് സംശയിക്കുന്ന ആൾക്കാരുണ്ടാകും. പക്ഷേ സാധാരണഗതിയിൽ അതൊരു 4 മണിക്കൂർ മുതൽ മുകളിലേക്കാണ് അതിന് സമയമെടുക്കുക എന്നത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ 1 മണിക്കൂർ 40 മിനിറ്റ് എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹം തന്നെയായിരുന്നു എന്ന് വേണം കരുതാൻ. ഞാനും എൻ്റെ സുഹൃത്തും എയർപോർട്ടിൽ നിന്ന് ഒരു ടാക്സിയിലാണ് ടെൻറ്റിലേക്ക് എത്തിയത്. അത് ടെൻറ്റിൻ്റെ മുൻവശത്ത് തന്നെ എത്തുന്ന രീതിയിലത്തേക്കുള്ള സൗകര്യം അവിടെ ഉണ്ടായിരുന്നു. അത് തന്നെയുമല്ല സെക്ടർ 24-ലാണ്. അപ്പോൾ ആ ഭാഗത്തേക്ക് എത്തുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ട്രാഫിക് റിലാക്സേഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് അത് സാധിച്ചത് എന്നത് പറയാതിരിക്കാൻ കഴിയില്ല. അതല്ല എങ്കിൽ അവിടെ ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ മോഡ് എന്ന് പറയുന്നത് 2 വീലറാണ്, മോട്ടോർ സൈക്കിളുകളാണ്. നിരവധി മോട്ടോർ സൈക്കിളുകൾ അവിടെ ലഭ്യമാണ്. അങ്ങനെയുള്ള ഒരു മോട്ടോർ സൈക്കിളിൽ ആദ്യമേ തന്നെ റേറ്റ് പറഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷം ആ കൃത്യസ്ഥലത്തേക്ക് പോകുന്നത് നന്നായിരിക്കും. ഇനി അഥവാ അങ്ങനെ മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യേണ്ടി വരികയാണ് എങ്കിൽ പോലും കുറച്ച് ഭാരം മാത്രം വഹിക്കുന്ന അങ്ങനെയുള്ള ലഗേജ് മാത്രമാണ് കയ്യിലുള്ളത് എങ്കിൽ അത് അങ്ങേയറ്റം അഭികാമ്യമായിരിക്കും എന്നതാണ് പ്രധാനം. അടുത്ത വിഷയം അവിടുത്തെ താമസവും ഭക്ഷണവുമാണ്. അവിടെ താമസിക്കുന്നതിന് ആൾക്കാർക്ക് വിവിധ ബജറ്റുകളിൽ പലവിധ ടെൻറ്റുകൾ ലഭ്യമാണ്. നിരവധി ഏജൻസികൾ അവിടെ ടെൻറ്റ് നടത്തുന്നുണ്ട്. നമ്മൾ ആ ഒരു നഗരിയിലേക്ക് എത്തിയാൽ നമ്മളവിടെ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കണ്ണെത്താ ദൂരത്തോളമുള്ള ടെൻറ്റുകളാണ്. അപ്പോൾ നമ്മുടെ ബജറ്റിന് ഉതകുന്ന രീതിയിലത്തേക്കുള്ള അതിന് ചേരുന്ന രീതിയിലത്തേക്കുള്ള നിരവധി ഓപ്ഷൻസ് അവിടെ ലഭ്യമാണ്. അതൊക്കെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഞാനും എൻ്റെ സുഹൃത്തും അവിടെ താമസിച്ചത് മോഹൻജി വില്ലേജിലാണ്. മോഹൻജിയുമായിട്ട് എനിക്ക് നേരിട്ട് പരിചയമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം എന്നെ അവിടേക്ക് ക്ഷണിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ടെൻറ്റിലാണ് ഞാനും എൻ്റെ സുഹൃത്തും കഴിഞ്ഞത്. വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ടെൻറ്റായിരുന്നു അത്. സാധാരണ നമ്മുടെ വീടുകളും ഫ്ലാറ്റുകളും ഒക്കെ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സാധാരണഗതിയിലുള്ള അളവിനേക്കാൾ കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു മുറി തന്നെയായിരുന്നു അത്. അതിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അതിലൊരു വലിയ സൈസ് ബെഡ് ഉണ്ടായിരുന്നു. ആ റൂമിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയയും വിശാലമായിട്ടുള്ള ഒരു ബാത്റൂമും ഉണ്ടായിരുന്നു. ആ ബാത്റൂമിൽ തന്നെ ഒരു ഹോട്ടൽ റൂമിനോട് ചേർന്നിട്ടുള്ള ബാത്റൂമിലുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ആവശ്യമുള്ള ടവലുകൾ, ഒരു വാഷ് ബേസിൻ, ടോയ്ലറ്ററീസ്, പിന്നെ ചൂടുവെള്ളവും തണുപ്പ് വെള്ളവും ഒക്കെ കിട്ടുന്ന വാട്ടർ ടാപ്പുകൾ, ഒരു വെസ്റ്റേൺ ക്ലോസറ്റ്, ടിഷ്യൂ റോളുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. മാറ്റ്, മിറർ, പിന്നെ ക്ലോത്ത് ഹാങ് ചെയ്യുന്നതിന് വേണ്ടുന്ന പെഗ്ഗുകൾ, ഇതെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൂടാതെ ടേബിൾ, ചെയർ, സ്നാക്സ് തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ആ റൂമിൽ തന്നെ തയ്യാറായിരുന്നു. ഒപ്പം അതിന് പുറത്ത് ചെറിയൊരു സിറ്റ് ഔട്ടും കസേരകളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ടെൻറ്റാണ് അദ്ദേഹം ഞങ്ങൾക്ക് നൽകിയത്. ഇനി ഭക്ഷണത്തിന് ആൾക്കാർക്ക് അവിടെ യാതൊരു മുട്ടുമില്ല. നിരവധി ഭണ്ഡാരകളുണ്ട്. അവരിങ്ങനെ ഭക്ഷണം തയ്യാറാക്കുന്നുണ്ട്. അതിൽ തന്നെ റൊട്ടി മേക്കിംഗ് മെഷീൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അവിടെ ഭക്ഷണം ലഭിക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഫുഡ് അവിടെ എപ്പോഴും ലഭിക്കുന്നതാണ്. അതുകൂടാതെ ഞങ്ങൾക്കുണ്ടായിരുന്ന ഭക്ഷണമെല്ലാം തന്നെ മോഹൻജി വില്ലേജിൽ നിന്ന് തന്നെയായിരുന്നു. അവിടെ വീഗൻ ഫുഡ് കിട്ടുന്ന ഒരേ ഒരു സ്ഥലം മോഹൻജി വില്ലേജ് ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള പല ആൾക്കാരും അവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നുമുണ്ടായിരുന്നു. അവിടെ പ്രാർത്ഥനയ്ക്കുള്ള സൗകര്യങ്ങൾ, ആരതിക്കുള്ള സൗകര്യങ്ങൾ, സത്സംഗത്തിനുള്ള ഒരു വലിയ വേദി, ഭക്ഷണശാല, ആൾക്കാർക്ക് ഭക്ഷണം ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലം, നിരവധി സ്റ്റോളുകൾ, അങ്ങനെ എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു നഗരിയാണ് മോഹൻജി വില്ലേജ്. അവിടെയുള്ള അനുബന്ധ സൗകര്യങ്ങളെപ്പറ്റി ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഗവൺമെൻറ്റാണ് ഇവർക്ക് ഈ സ്ഥലം അനുവദിച്ചു കൊടുക്കുന്നത്. അതുകൂടാതെ അവരുടെ സ്വന്തം താല്പര്യത്തിൽ, അവരുടെ സ്വന്തം ഇഷ്ടത്തിലാണ് അവരവിടെ ടെൻറ്റുകളും മറ്റും തയ്യാറാക്കുന്നത്. ഗവൺമെൻറ് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 സൗകര്യങ്ങളിൽ ഒന്ന് കണ്ടിന്യൂസ് വാട്ടർ സപ്ലൈ ആണ്, രണ്ടാമത്തേത് ഇലക്ട്രിസിറ്റിയാണ്. രണ്ടും ഈ ടെൻറ്റ് നടത്തുന്ന ആൾക്കാർക്ക് ബില്ലബിളാണ്. പക്ഷേ പിന്നീടുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ അതിൽ നിന്ന് സ്വന്തം ഇലക്ട്രീഷ്യനെയും പ്ലംബർമാരെയും ഒക്കെ കൊണ്ടുവന്നാണ് അവർ പൂർത്തിയാക്കുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടുത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതാണ്. അവിടെ ബയോ വേസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ഓരോ ദിവസവും വന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആൾക്കാർ അത് ക്ലിയർ ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. ജനുവരി മാസം ഏതാണ്ട് 2ാമത്തെ ആഴ്ച ആരംഭിച്ചിരിക്കുന്ന ഒരു ടെൻറ്റ് സൗകര്യം ഇപ്പോഴും അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള കംപ്ലൈൻറ്റും ഇല്ലാതെ പോകുന്നത് അതോറിറ്റീസിൻ്റെ കാര്യമായ രീതിയിലുള്ള സഹകരണം ഉള്ളതുകൊണ്ട് തന്നെയാണ്. അതല്ല എങ്കിൽ സ്വന്തം നിലയ്ക്ക് ഈ വേസ്റ്റ് ഒന്നും തന്നെ ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു സംവിധാനവും അവിടെയുള്ള ടെൻറ്റുകൾക്ക് ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ വളരെ കൃത്യമായ രീതിയിലത്തേക്കുള്ള മുന്നൊരുക്കങ്ങളും സഹായങ്ങളും എല്ലാം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. 1, ഗംഗ എത്രത്തോളം ശുചിയാണ്? 2, അവിടെ ഗംഗയിൽ മുങ്ങുന്നതിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടോ? ഹൈജീനിക് ആണോ അല്ലയോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ. എന്നോട് ആൾക്കാർ ഏറ്റവും കൂടുതൽ ചോദിച്ച 2ാമത്തെ ചോദ്യം ഇതുതന്നെയാണ്. കാരണം 1 താമസവും, 2ാമത്തേത് അവിടെ ഗംഗാ സ്നാനം എങ്ങനെയുണ്ടായിരുന്നു, നിങ്ങൾക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ കഴിഞ്ഞോ, മലിനമാണോ തുടങ്ങിയ ചോദ്യങ്ങളായിരുന്നു. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവമാണ് പറയുന്നത്. ഞാൻ താമസിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ സെക്ടർ 24-ലാണ്.
ഈ 24-നടുത്ത് സ്നാൻ ഘാട്ടുകളുണ്ട്. ആ സ്നാൻ ഘാട്ടുകളിൽ യാതൊരു വിധത്തിലുള്ള തിരക്കും ഞാൻ കണ്ടില്ല ഈ 2 ദിവസവും. അവിടെ സാധാരണ നമ്മുടെ നാട്ടിലുള്ള ഒരു കടവിൽ കുളിക്കാനായിട്ട് പോകുന്ന സമയത്ത് എത്ര ആൾക്കാരുണ്ടാകുമോ അതിന് പറ്റുന്ന രീതിയിലത്തേക്കുള്ള ആൾക്കാർ മാത്രമാണ് അവിടെ ഈ ഓരോ ഭാഗത്തിലെയും ഓരോ ഘാട്ടുകളായിട്ട് അല്ലെങ്കിൽ ഓരോ കടവുകളായിട്ട് കണ്ടാൽ അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ തന്നെയല്ല, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഫ്രീ ഫ്ലോയിങ് വാട്ടർ ആയിരുന്നു. അതിൽ പുഷ്പങ്ങൾ, തുണികൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊന്നും തന്നെ കലർന്നിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള വാട്ടർ ആയിരുന്നു. തന്നെയുമല്ല, അരയ്ക്ക് മുകളിൽ വെള്ളം അവിടെ ഉണ്ടായിരുന്നു താനും. അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ സുഹൃത്തും ഉള്ളിലേക്ക് നടന്ന് അരയ്ക്ക് മുകളിൽ വെള്ളമുള്ള സ്ഥലത്ത്, വളരെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള വാട്ടറുള്ള സ്ഥലത്ത് ചെന്ന് നിന്നതിന് ശേഷമാണ് ഞങ്ങളവിടെ സ്നാനം ചെയ്തത്. അത് തന്നെയല്ല, അവിടെയുള്ള ചിട്ടവട്ടങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് മോഹൻജി ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വോളണ്ടിയറാണ്. അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നതിനനുസരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് സ്നാനം പൂർത്തിയാക്കി മടങ്ങുകയായിരുന്നു. നമ്മുടെ നാട്ടിലെ ഒരു പുഴയിൽ മുങ്ങി കുളിക്കുന്ന അതേ അനുഭവം, പക്ഷേ കുറച്ചുകൂടി തണുപ്പുണ്ടായിരുന്നു എന്നത് മാത്രമാണ്. അതല്ലാതെ ആ വെള്ളത്തിന് എന്തെങ്കിലും പോരായ്മകളോ പ്രശ്നങ്ങളോ ഒന്നും ഉള്ളതായിട്ട് തോന്നിയില്ല. ആ കരയിലും അങ്ങനെയുള്ള മാലിന്യങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. തന്നെയുമല്ല, അവിടെ പ്ലാസ്റ്റിക് വേസ്റ്റ് കളക്ട് ചെയ്തതിന് ശേഷം അവിടെ സൂക്ഷിക്കുന്നുമുണ്ടായിരുന്നു. അത് പിന്നീട് റെഗുലറായിട്ട് അതിനെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി അവിടെ സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അനാവശ്യമായിട്ടുള്ള ലിറ്ററോ അങ്ങനെ മോശമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന സ്ഥലമായിരുന്നു അവിടെ. പകലാണെങ്കിലും രാത്രിയാണെങ്കിലും ഒരേപോലെ തന്നെയുള്ള വൃത്തി അവിടെ ഞങ്ങൾക്ക് കാണാനായിട്ട് കഴിഞ്ഞു. യാതൊരു വിധത്തിലുള്ള പ്രശ്നവും അത്തരം കാര്യങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അതല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തേക്കും കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഒന്നും ഉണ്ടായില്ല. അത് വളരെ ഭംഗിയായിട്ട് തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ തർക്കവുമില്ല. അടുത്തത് അവിടെയുള്ള പരിപാടികൾ. സംഘം സ്ഥലത്തെ കൂടുതൽ പരിപാടികളിലേക്ക് പങ്കെടുക്കാനായിട്ട് സാധിച്ചില്ല. കാരണം തിങ്കളാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി അവിടെ എത്തിയതിന് ശേഷം പിറ്റേ ദിവസം വൈകുന്നേരത്തോടുകൂടി മടങ്ങുക എന്ന വളരെ ടൈറ്റായിട്ടുള്ള ഒരു ഷെഡ്യൂളിലാണ് ഞാനും എൻ്റെ സുഹൃത്തും അവിടെ പോയത്. അതുകൊണ്ട് തന്നെ കൂടുതൽ മറ്റ് പുറത്തുള്ള ആക്ടിവിറ്റികളിൽ ഒന്നും തന്നെ പങ്കെടുക്കാനായിട്ട് സാധിച്ചില്ല. പക്ഷേ മോഹൻജി വില്ലേജിനുള്ളിൽ തന്നെ ആരാധനയ്ക്കുള്ള സ്ഥലം, സത്സംഗത്തിനുള്ള സ്ഥലം, ഇതൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ നിരവധി സ്റ്റോളുകൾ ഉണ്ടായിരുന്നു. പിന്നെ ചൊവ്വാഴ്ച ദിവസം ഉച്ചയ്ക്ക് അവരുടെ അന്നദാനത്തിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചു. അതിൽ ആൾക്കാർക്ക് ഭക്ഷണം സെർവ് ചെയ്യാനായിട്ട് സാധിച്ചു. നിരവധി ആൾക്കാർ വളരെ ഡിസിപ്ലിൻഡായിട്ട് ഒരു ലൈനായിട്ട് നിൽക്കുന്നത് കണ്ടു. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ ഭക്ഷണമൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു ഡിസിപ്ലിൻ ഒന്നും തന്നെ കാണാറില്ല. പക്ഷേ ഇവിടെ നീണ്ട ക്യൂ ആയിരുന്നു എങ്കിൽ പോലും ഏതാണ്ട് 1400 ആൾക്കാരൊക്കെയാണ് അവിടെ ഒരു നേരം അവിടെ ഈ ഒരു മോഹൻജി വില്ലേജിൽ നിന്ന് മാത്രം അന്നദാനം സ്വീകരിക്കാനായിട്ട് എത്തുന്നത്. പക്ഷേ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ ബഹളങ്ങളോ ഒന്നും ഇല്ലാതെ കൊച്ചു കുട്ടികളടക്കമുള്ള ആൾക്കാരെല്ലാവരും തന്നെ വളരെ ഡിസിപ്ലിൻഡായിട്ട് ക്യൂ പാലിക്കുന്നതാണ് കണ്ടത്. പിന്നെ അങ്ങേയറ്റം നല്ല ഭക്ഷണമാണ് അവർക്ക് കൊടുത്തിരുന്നത്. വളരെ റിച്ചായിട്ടുള്ള നിരവധി ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ഒരു ലോഭവുമില്ലാതെ ചേർത്തിട്ടുള്ള ഭക്ഷണമാണ് അവിടെ കൊടുത്തത്. അപ്പോൾ ആ ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന സമയത്ത് നമുക്ക് തന്നെ മാനസികമായി വലിയൊരു തൃപ്തി തോന്നി എന്ന കാര്യവും സത്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവമാണ് എനിക്ക് കുംഭമേള സമ്മാനിച്ചത്. അത് പ്രത്യേകിച്ച് മഹാകുംഭമേളയാണ് എന്നതും അത് സംഭവിക്കാറുള്ളത് 144 വർഷങ്ങളിൽ ഒരിക്കലാണ് എന്നുള്ളതുകൊണ്ടും അങ്ങേയറ്റം തൃപ്തിയും ചാരിതാർത്ഥ്യവും അഭിമാനവും ഒക്കെയാണ് ഉണ്ടായത്. ഇനി ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ കഴിയില്ല. സോഷ്യൽ മീഡിയയിൽ ഞാൻ മഹാകുംഭമേളയ്ക്ക് പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും അവിടുത്തെ ചില ഫോട്ടോകളൊക്കെ പോസ്റ്റ് ചെയ്തപ്പോഴും വളരെ മോശമായിട്ടുള്ള ആഭാസം നിറഞ്ഞ അശ്ലീലം നിറഞ്ഞ പല കമൻറ്റുകളും ഒറിജിനൽ പ്രൊഫൈലിൽ നിന്നൊക്കെ തന്നെ ആൾക്കാർ ഇടുന്നുണ്ടായിരുന്നു. പണ്ടൊക്കെ അത് ഫേക്ക് പ്രൊഫൈലിൽ നിന്നായിരുന്നുവെങ്കിൽ ഇപ്പോൾ അവരുടെ യഥാർത്ഥ പ്രൊഫൈലിൽ നിന്ന് തന്നെ ആൾക്കാർ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ തന്നെ കണ്ടു. അങ്ങനെയുള്ള ചില കമൻറ്റുകൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അതിനൊക്കെ തന്നെ ഉചിതമായ രീതിയിലുള്ള മറുപടിയും നൽകിയിരുന്നു. ഇവിടെ ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തി കുംഭമേളയിൽ പങ്കെടുക്കുന്നു അല്ലെങ്കിൽ അയാളുടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് സംസ്കാരവും പാരമ്പര്യവും പൈതൃകവും ഒക്കെയായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഒന്നാമത് അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, രണ്ടാമത് ആ സ്വാതന്ത്ര്യം അയാൾക്ക് അനുവദിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഭരണഘടനയാണ് എന്നതാണ്. പലപ്പോഴും ആൾക്കാർ ഇതൊക്കെ തന്നെ മറന്നു പോകുന്നുണ്ട്. കുംഭമേളയിൽ ഒരാൾ പങ്കെടുക്കുന്നത് കൊണ്ട് അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനോടുള്ള നിന്ദയല്ല. അവനവൻ്റെ മതത്തിൽ, അവനവൻ്റെ ആചാരത്തിൽ, അവനവൻ്റെ സംസ്കാരത്തിലൊക്കെ തന്നെയുള്ള വിശ്വാസം മാത്രമാണ്. പിന്നെ സനാതനധർമ്മത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചടങ്ങാണ്. ട്രൂ സനാതനധർമ്മം എന്താണ് എന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കുംഭമേളയിലേക്കാണ് വരേണ്ടത്. കാരണം ഇന്ത്യയിൽ നിന്നുള്ള വിവിധ സ്ഥലങ്ങളിൽ, എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള, എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അവിടെ വരുന്നുണ്ട്. അവർ വിവിധ ഭാഷകളാണ് സംസാരിക്കുന്നത്, വിവിധ തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നവരാണ്, വിവിധ തരത്തിലുള്ള വസ്ത്രധാരണ രീതിയാണ്, അവരുടെ സ്കിന്നിന് പലതരത്തിലുള്ള നിറങ്ങളാണ്. അവർ എല്ലാ പ്രായത്തിലുമുള്ള ആൾക്കാരുണ്ട്. അതിൽ പുരുഷന്മാരും സ്ത്രീകളും ട്രാൻസ്ജെൻഡേഴ്സും ഒക്കെയുണ്ട്. ഇതിൽ നമ്മുടെ സമൂഹത്തിലെ ഫോർവേഡ് കാസ്റ്റിൽ നിന്നും ബാക്ക്വേഡ് കാസ്റ്റിൽ നിന്നുമുള്ള ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാരും ഇവിടെ വന്നിട്ട് ഒരേ ഗംഗയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം അവർ മടങ്ങുകയാണ്. ഈ ആൾക്കാർ തമ്മിൽ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു സ്പർദ്ധയില്ല. വലിയവനെന്നോ ചെറിയവനെന്നോ ഏതെങ്കിലും ഒരു വരേണ്യ വിഭാഗക്കാരനെന്നോ അധകൃതനെന്നോ ഉള്ള വ്യത്യാസമൊന്നും തന്നെ അവിടെയില്ല. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും ഇതും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. ചുരുക്കി പറഞ്ഞാൽ അവിടെ ആൾക്കാരെ ഒന്നിച്ചു നിർത്തുന്ന ഒരേ ഒരു ഘടകം ഗംഗയും ഹർ ഹർ മഹാദേവും മാത്രമാണ്.
ഇത് തന്നെയാണ് സനാതനധർമ്മത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതീയ പൈതൃകത്തിൻ്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള അന്തസത്ത. നിങ്ങൾ ഏത് കാര്യങ്ങളിൽ വിശ്വസിച്ചാലും എന്ത് തരത്തിലുള്ള ജീവിത രീതി നിങ്ങൾ അനുവർത്തിച്ചാലും നിങ്ങൾ വളരെ റൂട്ടഡ് ആയിരിക്കുക, നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആയിരിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. അങ്ങനെയുള്ള വിവിധ സംസ്കാരങ്ങളിലുള്ള ഒരു ഏകത്വം എന്ന് പറയുന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ. സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ ഭംഗിയും സൗന്ദര്യവും ഒക്കെയും അതുതന്നെയാണ്. അപ്പോൾ അതിനെ നിന്ദിക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ പാരമ്പര്യത്തെയും നിങ്ങളുടെ പൈതൃകത്തെയും തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗംഗയിലുള്ള സ്നാനം പോലും ആ മോഹൻജി ഫൗണ്ടേഷനിൽ നിന്നുള്ള ഒരു വോളണ്ടിയറിൻ്റെ അസിസ്റ്റൻസിലാണ് നമുക്കത് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചത്. എന്താണ് അവിടെ ചെയ്യേണ്ടുന്നത് എന്നതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് ഞങ്ങളോട് വിശദീകരിച്ച് തന്ന ആ വ്യക്തി ഒരു ബ്രിട്ടീഷുകാരനാണ്. അപ്പോൾ അങ്ങനെ മറ്റുള്ള നാട്ടിൽ നിന്നുള്ള ആൾക്കാർക്ക് പോലും നമ്മുടെ സംസ്കാരത്തിനോട്, നമ്മുടെ പാരമ്പര്യത്തിനോട്, നമ്മുടെ രീതികളോട് ഒക്കെ വലിയ താല്പര്യവും അഭിനിവേശവും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലത്താണ് നമ്മൾ നമ്മുടേതായ കാര്യങ്ങളെല്ലാം തന്നെ അനുവർത്തിക്കാതിരിക്കുന്നതും അങ്ങനെ അനുവർത്തിക്കുന്ന ആൾക്കാരെ അസഭ്യം പറഞ്ഞും തെറി വിളിച്ചും ഒക്കെ തന്നെ അവരെ നമ്മൾ ഇകഴ്ത്താനായിട്ട് ശ്രമിക്കുന്നതും. അങ്ങനെയുള്ള ആൾക്കാർ നിഷേധിക്കുന്നത് സ്വന്തം പാരമ്പര്യത്തിനെ തന്നെയാണ് എന്ന കാര്യം അവരറിഞ്ഞില്ല എങ്കിൽ അവരെ തിരുത്താനായിട്ട് കുറച്ച് വിവരമുള്ള മറ്റാർക്കെങ്കിലും സാധിക്കുമാറാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കുംഭമേള 26-ാം തീയതി വരെയാണ്, ശിവരാത്രി വരെയാണ്. അപ്പോൾ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ മഹാകുംഭിൽ പങ്കെടുക്കാനുള്ള സമയം ബാക്കിയുള്ളൂ. ഇനി ആരെങ്കിലും അവിടെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കിയതിന് ശേഷം അവിടെ പോയി പങ്കെടുക്കാൻ സാധിച്ചാൽ ഏറ്റവും ഹൃദ്യമായിട്ടുള്ള ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഹര ഹർ മഹാദേവ്. ജയ് ഹിന്ദ്.